ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലൊരു ഡേ എങ്ങനെയാണ് അതാണ് കാണിക്കാൻ പോകുന്നത്. നാളെ ഞാൻ തിരിച്ചിൻ്റെ ഹോസ്റ്റലിലേക്ക് പോകും, തൊടുപുഴ. അപ്പോൾ ഇന്നത്തെ വീട്ടിലത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് എല്ലാം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ കാണാം. ബൈ. ഇന്ന് വീട്ടിൽ നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി. ഇനി നാളെ ഞാൻ പോവുകയാണല്ലോ, അപ്പോൾ ചിക്കൻ ബിരിയാണി, ബീഫ്, ഫിഷ്, ഫ്രൂട്ട് സലാഡ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോയി ബീഫ് ഇങ്ങനെ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. നമ്മുടെ ഫ്രൂട്ട് സലാഡിന് വേണ്ട ഫ്രൂട്ട്സ് എല്ലാം ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് സെറ്റാക്കി. അങ്ങനെ ഫുഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. അങ്ങനെ ഞാനും ഫാമിലിയും കൂടി ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ലോണം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ നമ്മളെ ഫ്രൂട്ട് സലാഡ് സെറ്റായി. അപ്പോൾ അതെടുത്ത് കഴിക്കുകയായിരുന്നു. വ്ളോഗിലിപ്പോൾ കുറേ ഫുഡിൻ്റേതാണെന്ന് ഞാൻ പറയുമായിരുന്നു. എപ്പോഴും ഉള്ളതാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നുന്നത്. ഹോസ്റ്റലിലാകുമ്പോഴും അങ്ങനെ തന്നെ എന്തെങ്കിലും കഴിക്കാൻ തോന്നും മധുരം ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഈവനിങ് ആകുമ്പോൾ പുറത്ത് പോകണം. നാളെ ഞാൻ പോവില്ലേ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാൻ മാറ്റി ഒരുങ്ങിയതാ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. നാളെ ഞാൻ പോവുകയാണല്ലോ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഞാനും ഉമ്മയാണ് അതിന് വേണ്ടി പോണത്. അപ്പോൾ എൻ്റെ ഈ ഔട്ട്ഫിറ്റ് എൻ്റെ അനിയത്തിൻ്റെയാണ്. ഈ ടീഷർട്ട് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ കാര്യമായിട്ടൊന്നും എടുക്കില്ലല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ വന്നാൽ ഇവിടെ ഈ ടീഷർട്ട് ഇടാറുണ്ട്. അപ്പോൾ അതിട്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നാളെ എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോവാം, ഞാനും ഉമ്മയും കൂടി. അപ്പോൾ അതാണ്. ആദ്യം പോയത് ബേക്കറി മേടിക്കാനായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് മിഠായികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും തിരിച്ചു പോകുമ്പോൾ കുറേ ബേക്കറികളൊക്കെ കൊണ്ടാണ് പോവാറ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഈവനിങ്ങിന് അതൊക്കെ ആയിരിക്കും കഴിക്കാനുണ്ടാവാറ്. ഇവിടെയാണെങ്കിലോ ഒരുപാട് ടൈപ്പ് കളക്ഷൻസ് ഓഫ് ബേക്കറീസ് എന്ന് പറയുക കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എനിക്ക് ആവശ്യമുള്ള ബേക്കറിയൊക്കെ മേടിച്ചു. പിന്നെ അടുത്തതായിട്ട് പോയത് ഗ്ലാസ് മേടിക്കാനായിരുന്നു. കാരണം ഞാൻ കൂടുതൽ ടൈം ഫോൺ യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ടൈമും പല ആവശ്യങ്ങൾക്കായിട്ട് ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നെക്സ്റ്റ് ആ കടയിലോട്ട് വന്നു. എനിക്കൊരു ഗ്ലാസ്സൊക്കെ എടുത്തു. അത്യാവശ്യമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. കാരണം എനിക്ക് ബസ്സിൽ നിന്ന് കഴിക്കാൻ ഞാൻ ലേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബസ്സിൽ നിന്ന് ഞാൻ എപ്പോഴും ലേസാണ് കഴിക്കാറ്. അപ്പോൾ 2 ലേസ് മേടിച്ചു. ഒന്ന് കൊറിയൻ ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതും ബിങ്കോയും മേടിച്ചു. ഇപ്പോൾ ഞാൻ തൊടുപുഴ ഫിലിം കാണാനെത്തി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് പിന്നെ പാക്കിങ്ങും ഫുഡ് കഴിക്കലും ഫാമിലീൻ്റെ ഒപ്പം ഇരുന്നിട്ട് വ്ളോഗൊന്നും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് രാവിലെ ആയിരുന്നു ബസ്, അപ്പോൾ ഞാൻ നേരത്തെ കടന്നു. അപ്പോൾ പിന്നെ വേറെ ഒരു വീഡിയോക്കൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൊടുപുഴ എത്തി. സൺഡേ ഞാനും ഫ്രണ്ട്സും ബ്രോമാൻസ് കാണാൻ പോയി. ഫിലിം അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ പടം. ഹായ് ഗായ്സ്, അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നല്ലൊരു കോമഡി പടമായിരുന്നു. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫിലിം കഴിഞ്ഞിട്ട് മന്തി കഴിക്കാൻ വന്നു. കുറച്ചായി മന്തിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ മന്തി കഴിക്കാൻ വന്നു. ഈ കടയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ വരുന്നത്. ഞങ്ങൾ ഇവിടെ നല്ല സാധാരണ കഴിക്കാറ്. ഇപ്രാവശ്യം ഞങ്ങൾ ബെല്ലാരി മന്തിയും നോർമൽ അൽഫാം മന്തിയുമാണ് കഴിച്ചത്. ബെല്ലാരി മന്തി ചിക്കൻ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വയറ് നിറച്ച് ആസ്വദിച്ച് കഴിച്ചു. ഇനി രാത്രി ഹോസ്റ്റലിൽ ചെന്നിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണം. അപ്പോൾ ഇപ്പോൾ മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കണമല്ലോ, അതങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനൊരു കടയിൽ കയറിയിട്ട് നെബാട്ടി, ബ്രൗണി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മേടിച്ചു. പിന്നെ വീട്ടിലെത്തി ഇനി ഇതൊക്കെ കഴിക്കണം. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ട് അത് ചെയ്യണം. നാളെ ഇനി വീണ്ടും ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ന്യൂ വീഡിയോ ആയിട്ട് കാണാം. ബൈ.